ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 15:47 വായിക്കുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 1 കൊരിന്ത്യർ 15:45 മുതൽ 49 വരെയുള്ള വേദഭാഗങ്ങളിൽ ഒന്നാം മനുഷ്യനായ ആദമും രണ്ടാം മനുഷ്യനായ യേശുവും തമ്മിലുള്ള താരതമ്യമാണ് കാണിക്കുന്നത്. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. മനസ്സും ജഡവും ചേർന്നതാണ് ദേഹി. ഈ ദേഹിയാണ് രക്ഷിക്കപ്പെടാത്ത ഒരുവനിൽ ആധിപത്യം ഉറപ്പിച്ച് അവനെ നിയന്ത്രിച്ച് നടത്തുന്നത്. ഭൂമിയിൽ പിറക്കുന്ന ഏതൊരു മനുഷ്യനിലും മനുഷ്യാത്മാവ് ഉണ്ടെങ്കിലും ദൈവാസ്തിക്യ ബോധത്തിൻ്റെ ഇരിപ്പിടമായ ആത്മാവല്ല അവരെ നടത്തുന്നത്. ദൈവം ആദമിനെ ഭൂമിയിലെ മണ്ണുകൊണ്ടുണ്ടാക്കി, അതുകൊണ്ട് തന്നെ അവൻ മണ്ണിലേക്ക് ചേരുന്നവനുമാണ്. ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ പാപം മുഖാന്തരം ആദമിൻ്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ച എല്ലാവരും ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന പാപികളായി മരണത്തിനടിമകളുമായി. എന്നാൽ രണ്ടാം മനുഷ്യനായ, അതായത് ഒടുക്കത്തെ ആദാം സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അവനിൽ പാപമില്ല. യേശു ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെയും നിത്യജീവന്റെയും ഉറവിടമാണ്. ഭൗമിക ശരീരം നശ്വരവും താൽക്കാലികവുമാണ്. അതായത് ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾ ആത്മീയവും സ്വർഗീയവുമായിരിക്കും. ആദം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു, എന്നാൽ യേശു ദൈവത്തിൻ്റെ സ്വരൂപമാണ്. യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നുവെങ്കിലും അവൻ ദൈവപുത്രനാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദാം പാപം ചെയ്യുകയും ന്യായവിധി, ദുരിതം, മരണം എന്നിവ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച് തൻ്റെ പുത്രനായ യേശു നീതി, സന്തോഷം, സമാധാനം, ജീവൻ എന്നിവ കൊണ്ടുവന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് യേശുവിനോടുകൂടെ പൂർണ്ണതയുള്ള ലോകത്തിൽ വസിക്കും. രണ്ടാം മനുഷ്യനായ യേശു ക്രിസ്തു സ്വർഗീയനാകയാൽ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തി നിത്യരാജ്യത്തിൽ അവകാശികളായിത്തീരും. ആദാം പാപവും മരണവും കൊണ്ടുവന്നതുപോലെ യേശു ജീവനും പാപമോചനവും കൊണ്ടുവരുമെന്നറിയുമ്പോൾ രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്സസ് ഓൾ.